നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് നടത്തുക. നമുക്ക് റിസ്ക് കുറഞ്ഞ പ്രോഡക്ട്സും ഉണ്ട്, ഒത്തിരി റിസ്ക് ഉള്ള പ്രോഡക്ട്സും ഉണ്ട്. കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഞാനൊരു ഇമെയിൽ അയച്ചിട്ട് ഞാനിങ്ങനെ വരുന്നു, ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പൂജ്യമായിരിക്കും. ഒരു യൂട്യൂബിൽ കുറച്ച് മണിക്കൂർ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ആരും ഷെയർ മാർക്കറ്റിൽ എക്സ്പേർട്ട് ആകാൻ പോകുന്നില്ല. മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന വരൻ ഷെയർ മാർക്കറ്റിൽ നിന്നും മാത്രം ഇൻകം ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീപ്രിയ ധൈര്യമായിട്ട് മോളെ കൊടുക്കുമോ? മുപ്പത് വർഷത്തിലേറെ ഷെയർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 50,000-ൽ പരം ആളുകളെ ട്രെയിൻ ചെയ്ത് ഷെയർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത എല്ലാവർക്കും സുപരിചിതനായ പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ശ്രീപ്രിയ. സർ, ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആദ്യം എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിൽ ഈ നിഫ്റ്റി 50 സെൻസെക്സ് ഇങ്ങനെയൊക്കെ പറയുന്ന വേർഡുകളുണ്ടല്ലോ, ഇതൊക്കെ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ശ്രീപ്രിയ, ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ അസറ്റ്സ് വാങ്ങുന്ന ഒരു മാർക്കറ്റാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5000 കമ്പനികളോട് ഷെയർസ് വാങ്ങാൻ നമുക്ക് അവസരമുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ഈ 5000 കമ്പനികൾ ഒന്നിച്ച് ട്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ 50 കമ്പനികളോട് ഒരു ആവറേജ് പ്രൈസ് എടുത്തിട്ട് നമുക്കത് ഇൻഡെക്സ് ആയിട്ട് നൽകുന്നു. അപ്പോൾ ഇന്ത്യയിൽ NSEയുടെ ഇൻഡെക്സിൻ്റെ പേര് നിഫ്റ്റി 50 എന്നും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സിൻ്റെ പേര് സെൻസെക്സ് എന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിഫ്റ്റി 50 ആൻഡ് സെൻസെക്സ് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ മികച്ച കമ്പനികളുടെ ഒരു ആവറേജ് പ്രൈസ് എന്ന് ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക്, ആ സ്റ്റാർട്ടിങ്ങിൽ ഉള്ള ആളുകൾക്ക് ഇതെങ്ങനെ നോക്കണം, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നമ്മൾ ആദ്യം അതിൽ നോക്കുമ്പോൾ കുറേ ഗ്രാഫും കാര്യങ്ങളും കുറേ ഫിഗേഴ്സും മാത്രമേ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് മനസ്സിലാക്കണമെങ്കിലും പഠിക്കണമെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏത് വിഷയത്തിലും നമ്മൾ അതിലോട്ട് വരണമെങ്കിൽ നമുക്ക് പല സ്റ്റെപ്സ് എടുത്തിട്ട് അതിലോട്ട് വരാൻ സാധിക്കത്തുള്ളൂ. സോ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, ഒരുപക്ഷെ ഒരു അഡൽട്ട് ഇൻഡിവിജ്വൽ പോലും ഓർ മെജോറിറ്റി ഓഫ് ദ അഡൽട്ട് ഇൻഡിവിജ്വൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും പ്ലാനിങ് ചെയ്യാറില്ല. അതായത് ആ ഒഴുക്കിലോട്ട് പോകുന്നു, ആ ഒഴുക്കിനോടൊപ്പം തന്നെ ഒഴുകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഫൈനാൻഷ്യൽ ഗോൾ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ലക്ഷ്യത്തിലോട്ട് എത്താൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് നടത്തുക. അതിനുശേഷം മാത്രം നമ്മൾ ഷെയർ മാർക്കറ്റിലോട്ട് വരാൻ ശ്രമിക്കാവുള്ളൂ. ഷെയർ മാർക്കറ്റിലോട്ട് വരുമ്പോഴേക്കും പല കാര്യങ്ങളും നമ്മൾ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനിരിക്കുന്നു അല്ലെങ്കിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റിൽ എനിക്കിപ്പോൾ ഒരു 1,00,000 രൂപയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഷെയർ എടുക്കാൻ പറ്റും. ഇപ്പോൾ എനിക്ക് അക്കൗണ്ട് ഉള്ളത് SBIയിലാണെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിക്കുന്നത് എനിക്ക് ഏറ്റവും എളുപ്പ വഴിയെന്ന് വെച്ചാൽ SBIയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുക. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് അതിൽ SBIയിൽ ഒരു ഷെയർ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ലാഭകരമെന്ന് പറയുന്നു. അപ്പം ഏതായിരിക്കും കുറച്ചും കൂടെ എനിക്ക് പ്രയോജനപ്പെടുന്നത്? അത് നല്ലൊരു ചോദ്യമാണ്. സോ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലോട്ട് പൈസ ഇടുന്നു, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അത് മാറ്റുന്ന സമയത്ത് ദാറ്റ് ഈസ് കോൾഡ് സേവിങ്.
സേവിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണത്തിന് ഒരു റിസ്ക്കും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമപ്രകാരം 5 ലക്ഷം രൂപ വരെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. അതായത് ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനൊരു നഷ്ടപരിഹാരം നമുക്ക് നൽകും. ദാറ്റ് ഈസ് ദ പ്ലസ് പോയിന്റ്. രണ്ടാമത്തത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പണം ബാങ്കിൽ നിന്നും പിൻവലിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിക്വിഡിറ്റി. ഫോർ എക്സാമ്പിൾ കോവിഡിൻ്റെ സമയത്ത് ഒത്തിരി പേർക്ക് ജോലി നഷ്ടമായി, ശമ്പളം കിട്ടാതെയായി, അല്ലെങ്കിൽ ബിസിനസ് പോയി. സോ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ലിക്വിഡിറ്റി, ക്യാഷ് ആയിരിക്കണം ഏറ്റവും മുഖ്യമായിട്ട് വേണ്ട അസറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ FDയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പലിശ, ഇൻട്രസ്റ്റ്. ബട്ട് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമുക്കിന്ന് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6% മുതൽ 7.5% വരെ, ഡിപ്പെൻഡിങ് ഓൺ നമ്മളൊരു സീനിയർ സിറ്റിസൺ ആണോ അല്ലയോ എന്നുള്ളത്. നൗ ഇത്രയും കുറവ് പലിശ കിട്ടുന്നതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ റിസ്ക്കാണ് നേരിടുന്നത്. ദാറ്റ് റിസ്ക് ഇസ് കോൾഡ് ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഓരോ വർഷം തോറും വർദ്ധിച്ച് വരുന്നത്. സോ നമ്മൾ പലിശയുടെ ബേസിസിൽ മാത്രം നമ്മൾ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ശ്രീപ്രിയ ചോദിച്ചു, എനിക്ക് ഇത്രയും പൈസയുണ്ട്, ഞാനത് ഡെപ്പോസിറ്റായിട്ട് ചെയ്യണോ അല്ലെങ്കിൽ SBIയുടെ ഷെയർസ് വാങ്ങണോ എന്ന്. നമ്മളിപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയർ പ്രൈസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-8 മാസങ്ങൾക്ക് മുൻപ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയർ പ്രൈസ്, ഒരു ഷെയറിൻ്റെ വില ഏകദേശം 900 rupees ആയിരുന്നു. ബട്ട് കഴിഞ്ഞ മാസത്തെ നമ്മൾ വില നോക്കുമ്പോഴേക്ക് ഏകദേശം 650-680 രൂപയ്ക്ക് അടുത്തായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 200-250 രൂപയുടെ ഇടിവായിരുന്നു നമ്മൾ കണ്ടത്. ബട്ട് അതിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 10-12% നേട്ടം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷെയർസ് നൽകിയിട്ടുമുണ്ട്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നോളജ് വേണം, നമുക്ക് ട്രെയിനിങ് വേണം, നമുക്ക് കറക്റ്റ് കമ്പനിയുടെ ഷെയർസ് കറക്റ്റ് പ്രൈസിൽ വാങ്ങാനും വിൽക്കാനും ഉള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം. ബട്ട് തീർച്ചയായിട്ടും സേവിങ് ചെയ്യണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള പണം, സർപ്ലസ് പണം, ഒരു പങ്ക് നമ്മൾ ഡെഫിനറ്റ്ലി സേവിങ്ങിൽ ഇടണം, മറ്റൊരു പങ്ക് ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്തിരിക്കണം. സർ, അതുപോലെ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നില്ലേ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സോ ഷെയർ മാർക്കറ്റിൽ ഒത്തിരി പ്രോഡക്ട്സ് മാർക്കറ്റിലുണ്ട്. ഞാൻ കാണുന്ന ഒരു പ്രോബ്ലം മാർക്കറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒത്തിരി ആൾക്കാർ, എസ്പെഷ്യലി യുവതികളും മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ചെറിയ ക്യാപിറ്റൽ മുടക്കിയിട്ട് നമുക്ക് ട്രേഡിംഗ് ആരംഭിക്കാനും സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിനെ കുറിച്ച് അറിവില്ലാതെയാണ് ഇവർ ട്രേഡിംഗ് ആരംഭിക്കുന്നത്. ആൻഡ് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് റിസ്ക് കുറഞ്ഞ പ്രോഡക്ട്സും ഉണ്ട്, ഒത്തിരി റിസ്ക്കുള്ള പ്രോഡക്ട്സും ഉണ്ട്. ഇവരുടെ ഒരു ലാക്ക് ഓഫ് നോളജ് ഇല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡും റിസ്ക് അധികമായിട്ടുള്ള പ്രോഡക്ട്സിലോട്ടാണ് ഇവർ ആദ്യം തന്നെ ചെയ്ത് പരിശീലിച്ച് പോകുന്നത്. സോ അതിൽ ഏറ്റവും റിസ്ക് കൂടിയ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻസ്. സോ ഓപ്ഷൻസിനെ കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കാതെ ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് ഇവർ ഇറങ്ങുന്നതുകൊണ്ട് ഭൂരിപക്ഷം ഓപ്ഷൻ ട്രേഡേഴ്സും ഇന്ന് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, നമ്മൾ ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും മെജോറിറ്റി ഓഫ് ദ ഓപ്ഷൻ ട്രേഡേഴ്സ്, എസ്പെഷ്യലി ചെറിയ ഇൻവെസ്റ്റേഴ്സ്, നഷ്ടത്തിൽ അവരുടെ ട്രേഡിംഗ് അവസാനിപ്പിക്കത്തുള്ളൂ. സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പിൽ നമുക്കൊരു മെസ്സേജ് വരും, ഈ ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന 2-3 ഷെയറുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തരാം, അതുകൊണ്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ പറയും. ഈ പറയുന്നതൊക്കെ കറക്റ്റായ കാര്യങ്ങളായിരിക്കുമോ? എനിക്ക് തോന്നുന്നു ശ്രീപ്രിയ ചോദിച്ച ആക്ച്വൽ ചോദ്യം ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമുക്ക് കിട്ടുന്ന അഡ്വൈസിൻ്റെ ബേസിസ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഷെയർസ് വാങ്ങിക്കുന്നതും വിൽക്കുന്നതും റിസ്കി ആയിരിക്കുമോ അല്ലാതെ വിശ്വസിക്കാമോ എന്നായിരിക്കും. യെസ്. സോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ,
ഇന്ത്യയിലുള്ള ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് നിയന്ത്രിക്കാനായിട്ട് ഒരു സ്ഥാപനമുണ്ട്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. സോ സെബിയുടെ നിയമപ്രകാരം സെബി ഒത്തിരി ലൈസൻസ് നൽകാറുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലൈസൻസ്, നമ്പർ 1 ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ലൈസൻസും രണ്ടാമത്തെ റിസർച്ച് അനലിസ്റ്റ് അഡ്വൈസും. അപ്പോൾ ഈ 2 ലൈസൻസ് നമുക്ക് ലഭിക്കണമെങ്കിൽ സെബിയുടെ കീഴിൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സോ NISMൻ്റെ ചില പരീക്ഷകൾ പാസ്സായ വ്യക്തികൾക്ക് മാത്രമേ സെബിയിലോട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒരു ലൈസൻസ് ലഭിക്കാനായിട്ട്. ആ ലൈസൻസ് ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ നിയമപ്രകാരം കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വേറൊരു ഫീൽഡിൽ നിന്ന് നൽകണമെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി സ്റ്റുഡൻസ് മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നുണ്ട്, അവർ MBBS പാസ്സാവുന്നു. ബട്ട് MBBS പാസ്സായി കഴിഞ്ഞാൽ അവർ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഒരു ലൈസൻസ് ലഭിക്കണം. ഒരു ലോ കോളേജിലോട്ട് പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ അനുവാദമുള്ളൂ. സെയിം വേ സെബിയുടെ പരീക്ഷ പാസ്സായ വ്യക്തികൾ സെബിയിൽ നിന്ന് ലൈസൻസ് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ലെങ്കിൽ റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രൊഫഷനിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നൗ ഇത് ഈ ഒരു ആരെങ്കിലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഈ 2 ലൈസൻസ് ഇല്ലാതെ നടത്തുന്നുണ്ടെങ്കിൽ അത് നിയമവിരോധമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നാച്ചുറലി നമ്മൾ നിയമവിരോധമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ നഷ്ടപരിഹാരം ആരും തരത്തില്ല. ഇതിപ്പം ആരെങ്കിലും ഒരാൾ പറയുകയാണ്, ഇപ്പം എൻ്റെ പരിചയത്തിൽ തന്നെ ഉള്ള ആളുകളിൽ കണ്ടിട്ടുണ്ട്, ഒരാൾ പറയുകയാണ് ഇന്നതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും എന്ന് പറയും. ഈ കേട്ട ഉടനെ തന്നെ ഇതിലേക്ക് പോയി അവർ ഇൻവെസ്റ്റ് ചെയ്യും. സെയിം ടൈം അവർക്കൊരു മൊബൈൽ വാങ്ങിക്കണമെങ്കിൽ അവർ പല ഷോപ്പുകളിൽ പോയി അന്വേഷിച്ച് അതിൻ്റെ ഓഫറും കാര്യങ്ങളെല്ലാം തിരക്കിയിട്ടേ ചെയ്യാറുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ മാത്രം അവർ കണ്ണടച്ച് വിശ്വസിക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. സോ ഇതേ ഒരു എക്സാമ്പിൾ നമ്മൾ കുറേ കൂടെ ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു പനി വരുന്നു അല്ലെങ്കിൽ ഒരു വയറുവേദന വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുക്കാണോ ഏത് മെഡിസിൻ കഴിക്കണമെന്ന് ചോദിക്കുന്നത് അല്ല. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡോക്ടറെ പോയി മീറ്റ് ചെയ്യുന്നു, റൈറ്റ്? അപ്പം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി നമ്മളൊരു ഡോക്ടറെ പോയി മീറ്റ് ചെയ്യുന്നു. ബട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഡോക്ടറെ തന്നെ നമ്മൾ മീറ്റ് ചെയ്യണം. ആ ഫൈനാൻഷ്യൽ ഡോക്ടർ ഈസ് എ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ അല്ലെങ്കിൽ അനലിസ്റ്റ്. അതല്ലെങ്കിൽ മാർക്കറ്റിൽ ഒത്തിരി വർഷം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആ ഒരു നോളജ് ഷെയർ ചെയ്യാൻ ആൾക്ക് ഒത്തിരി ടീച്ചേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് ഉണ്ട്. അവരുടെ ഒപ്പം ഇരുന്ന് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് കറക്റ്റായിട്ട് പഠിക്കുക. അതിനുശേഷം നമുക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റോ ട്രേഡോ ചെയ്യാനായിട്ട് പഠിക്കാൻ സാധിക്കും. സർ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സെമിനാറിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ടായിരുന്നു, ഒരാളുടെ ഓരോ ഏജിലും നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുത്ത സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ വിചാരിച്ചു, അയ്യോ ഞാനിതിലൊന്നും എത്താൻ ഇനി എത്ര സമയമെടുക്കും, കാരണം എൻ്റെ ആ ഒരു പീരീഡ് കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ അത് മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കാം പിന്നീട് ഞാൻ ലോൺ എടുത്ത് വീട് വെച്ചു, ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോലും എൻ്റെ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു ടൈം വന്നപ്പോൾ ഈ ഹൗസിംഗ് ലോണും ഞാൻ അടയ്ക്കണം, ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഞാൻ പോകണം. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം കംപ്ലീറ്റ് നമ്മുടെ ഫിനാൻഷ്യലി ഉള്ള ഒരു ബാലൻസ് തെറ്റി. ഇതെനിക്ക് തോന്നുന്നു നോർമലി ഉള്ള ഒരു ഫാമിലിയിൽ പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു, ഒരു കറക്റ്റ് പ്ലാനിങ് ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒന്ന് മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരുമോ? സോ ഇതിൻ്റെ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡ് തീർച്ചയായിട്ടും നമ്മളൊരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറെ മീറ്റ് ചെയ്യണം. സോ അവർ കറക്റ്റായിട്ട് നമുക്കൊരു നല്ല പ്ലാൻ നൽകി തരും. സോ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എല്ലാ വ്യക്തികൾക്കും നമുക്കൊരു ലൈഫ് സൈക്കിളുണ്ട്. നമ്മൾ ജനിക്കുന്നു, പിന്നെ കുറച്ച് വർഷം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, സ്കൂൾ ജീവിതം കഴിയുന്നു, ആ ഒരു സമയത്ത് നമ്മൾ ടീനേജേഴ്സ് ആയിരിക്കും,
നമുക്ക് വേറെ ഒരു ബാധ്യതകളും ഇല്ല, നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, നമ്മൾ പഠിക്കുക ആൻഡ് എൻജോയ് ചെയ്യുക. ബട്ട് സ്കൂൾ ജീവിതം കഴിയുന്നു, നമ്മൾ കോളേജിൽ പോകുന്നു. ആ കോളേജ് ജീവിതം അവസാനിക്കുമ്പോഴേക്കും ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരു മേജർ ഫേസ് ഓഫ് ലൈഫ് ഇസ് ഓവർ. കാര്യം കോളേജ് ജീവിതം കഴിയുമ്പോഴേക്കും അവർ ഒന്നിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ അവരൊരു ജോലിക്ക് കയറുന്നു. ആ ഒരു സമയത്ത് അവർക്കൊരു ഇൻകം അല്ലെങ്കിൽ ഒരു സാലറി കിട്ടുന്നൊരു സമയമാണ്. ആ ഒരു സ്റ്റേജിലായിരിക്കണം ആ വ്യക്തി ഒരു നല്ല ഫൈനാൻഷ്യൽ കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്തതിന് ശേഷം ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 22-24 വയസ്സാകുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ പൂർത്തിയാവുന്നു, നമുക്ക് ഇൻകം ഏൺ ചെയ്ത് തുടങ്ങുന്നു. അടുത്തൊരു 3, 4, 5 വർഷം നമ്മൾ ഒറ്റത്തടിയായിരിക്കും. സോ ആ സമയത്ത് നമുക്ക് ഒത്തിരി ഇൻകം കിട്ടും, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒത്തിരി പണം ഉണ്ടാവും. അത് നമ്മൾ കെയർഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അത് വേണ്ടാത്ത സ്പെൻഡ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഒരു നാച്ചുറൽ സൈക്കിൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആ യങ് അഡൽട്ട് കല്യാണം കഴിക്കുന്നു, സ്വന്തം ഫാമിലി വരുന്നു. സോ ആ ഓരോ സ്റ്റേജിലും നമുക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ അപ്ഗ്രേഡ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നേരെ മറിച്ച് ഒരു മിഡിൽ ഏജ്ഡ് അല്ലെങ്കിൽ ഒരു 50s ആകുന്ന ഒരു വ്യക്തിയുടെ കുട്ടികളുടെ പഠിത്തം തീരുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റ് അവരുടെ മക്കളോടുള്ള ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി അതോടെ അവസാനിക്കുന്നു. അപ്പോൾ അവർക്ക് വീണ്ടും കുറേ ഫൈനാൻഷ്യൽ സർപ്ലസ് വരും, ബട്ട് അവർ റിട്ടയർമെൻറ്റ് വയസ്സിനോട് അടുക്കുന്നുണ്ടാവും. സോ ആ ഒരു സമയത്ത് നമ്മൾ കെയർഫുള്ളായിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്, അതായത് ഓരോ സ്റ്റേജിലും വി ഹാവ് ടു ഡു പ്രോപ്പർ ഫൈനാൻഷ്യൽ പ്ലാനിങ്. അങ്ങനെ ഫൈനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രീപ്രിയ പറഞ്ഞതുപോലെ നമ്മൾ ഹൗസിംഗ് ലോൺ എടുക്കുന്ന സമയത്ത്, കാർ ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ മാരേജ്, ഇതിനൊക്കെ നമുക്ക് പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രോബ്ലം ആയിരിക്കത്തില്ല. നേരെ മറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാതെ പോവുകയാണെങ്കിൽ ഇതെല്ലാം നമുക്കൊരു പ്രോബ്ലമായി തന്നെ മാറും. നമ്മുടെ മലയാളികളുടെ ഇടയിൽ കാണുന്നൊരു കാര്യം, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നേരെ ഒരു ജ്യോതിഷത്തിൻ്റെ ഇതിലേക്ക് പോകും. ഒരു ജ്യോതിഷനെ പോയി കണ്ടിട്ട് നമ്മൾ പറയും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ പരിഹാരക്രിയകൾ ചെയ്യാൻ പറയുന്നു. പക്ഷേ നമ്മളൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റിനെ കാണുക, അല്ലെ നമുക്കൊരു അഡ്വൈസറെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്കതെന്തോ വലിയ സംഭവം പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ്, അല്ലേ? അല്ലാതെ ഈ ഒരു രീതിയിൽ മാത്രമല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. ഞാൻ ജ്യോതിഷത്തിനെ കുറിച്ച് ഞാൻ കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ ജ്യോതിഷനെ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഈസ് പ്രോപ്പർ പ്ലാനിങ്. ഇൻഫാക്റ്റ് ഞാൻ ഒത്തിരി കോളേജുകളിലും സ്കൂൾസിലും ഒക്കെ ഞാൻ നിരവധി ട്രെയിനിങ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഞാൻ പല കോളേജിലോട്ടും സ്കൂളിലോട്ടും പോകുമ്പോൾ എന്നെ സർപ്രൈസ് ചെയ്യുന്നതും അറ്റ് ദ സെയിം ടൈം ഡിസപ്പോയിൻ്റ് ചെയ്യുന്നതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കോളേജുകളും സ്കൂളും അവിടെ ഒരു എൻജിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് നടത്താം, അല്ലെങ്കിൽ MBBS എൻട്രൻസ് കോച്ചിങ് നടത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു ഓപ്പൺ ആംസോടുകൂടെ സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. ബട്ട് നേരെ മറിച്ച് ഞാൻ ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ക്ലോസ് ആയിട്ട് അറിയാവുന്ന സ്കൂളോ കോളേജോ ആണെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു ട്രെയിനിങ് നടത്താനായിട്ട്. ബട്ട് നേരെ മറിച്ച് ഞാൻ കണ്ടിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ, ഞാൻ ദുബായിൽ ഒത്തിരി സ്കൂൾസിൽ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഞാനൊരു ഇമെയിൽ അയച്ചിട്ട് ഞാനിങ്ങനെ വരുന്നു, ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നെ ഓപ്പൺ ആംസോടുകൂടെ സ്വീകരിക്കുന്നു. ഞാൻ ചെയ്തിരിക്കുന്ന പല സ്കൂൾ പ്രോഗ്രാംസിനും 700-800 കുട്ടികൾക്ക് വേണ്ടി ഞാൻ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഇറ്റ്സ് എ വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസി, ഫൈനാൻഷ്യൽ പ്ലാനിങ്, ഈ കോൺസെപ്റ്റ്സ്, ദിസ് കൈൻഡ് ഓഫ് നോളജ് ഷെയറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റുഡൻസിൻ്റെ സ്കൂൾ ജീവിതത്തിൽ വെച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇതിപ്പോൾ സാറ് പറഞ്ഞ പോലെ ഞാനും കാണുന്ന കാര്യം, കുട്ടികളാണ് കൂടുതൽ ഇപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. കാരണം ആദ്യം അവരുടെ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് നോക്കുന്നു, പിന്നീട് അവർ ഈ പറഞ്ഞ കറക്റ്റ് ഗൈഡൻസ് ഇല്ലാതെ ഇതിൽ എവിടെയെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം അവർ അതിൽ കണ്ണടച്ച് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോവുകയാണ്. അവർക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും അവർ അത് വിശ്വസിച്ച് ഇതിൽ കുറേ പഠിച്ചു കഴിഞ്ഞാൽ എക്സ്പേർട്ട് ആകാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മളൊരു
ഒരു പേയ്മെന്റ് കൊടുത്ത് ഒരു കോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് മടിയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഫ്രീ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ എന്തിനു നമ്മൾ പേയ്മെന്റ് കൊടുത്ത് ചെയ്യണം എന്നൊരു ചിന്തയാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. ശ്രീപ്രിയ, എഗെയിൻ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ഞാൻ നേരത്തെ മെഡിക്കലിൻ്റെ കേസ് പറഞ്ഞു. നമുക്കൊരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് ആരെങ്കിലും ആ ഒരു ഹെൽത്ത് കണ്ടീഷനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ആരെങ്കിലും ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്വൈസ് നൽകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തായിരിക്കുമോ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്? ഒരിക്കലും അല്ല. സോ ദ സെയിം വേ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂട്യൂബിലൊക്കെ ഒത്തിരി എനിക്കറിയാം, എസ്പെഷ്യലി കോവിഡിന് ശേഷം നിരവധി വീഡിയോസും ഫ്രീ ക്ലാസ്സസ് ഫ്രീ ടിപ്സും ഒക്കെ നൽകുന്നുണ്ട്. അതിൽ ഫ്രീ ആയിട്ടോ എന്തുണ്ടെങ്കിലും മൈ പേഴ്സണൽ അഡ്വൈസസ് അത് ഒരിക്കലും സ്വീകരിക്കരുത്. അത് നിങ്ങളെ റോങ് പാത്തിലോട്ട് അത് നിങ്ങളെ നയിക്കും. ആൻഡ് ഈ ഷെയർ മാർക്കറ്റിൻ്റെ ഒരു പ്രോബ്ലം എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ്റെ കേസിൽ ഞാൻ കണ്ടിരിക്കുന്നത് അത് അവസാനം ഒരു അഡിക്ഷനായി മാറും. അവർ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു ഗാംബ്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റിലോട്ട് തന്നെ അത് അവരെ കൊണ്ട് ചേർക്കാൻ സാധ്യതയുണ്ട്. സോ ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ കാണുന്ന ഒത്തിരി യുവാക്കളും യുവതികളും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്മോക്കിങ്ങിലോട്ട് പെടുന്നു, ആൽക്കഹോളിലോട്ട് പെടുന്നു, ഡ്രഗ്സിലോട്ട് പെടുന്നു. അതേ കാറ്റഗറിയിലോട്ടാണ് ഞാൻ ഈ ഷെയർ മാർക്കറ്റ് അഡിക്ഷനെ കൂട്ടിച്ചേർക്കുന്നത്. അതായത് കുട്ടികൾക്ക് ഇതിൽ കയറി ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു പ്രതീക്ഷയാണ്, ഇതിൽ ഞങ്ങൾ എക്സ്പേർട്ട് ആകാൻ പറ്റും, ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സാർ പറഞ്ഞ പോലെ ഇതിനകത്തിരുന്ന് ഇവർ ഒരുപാട് ക്വാളിറ്റി ടൈം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ശ്രീപ്രിയ, കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു അംബീഷൻ ഷെയർ മാർക്കറ്റിൽ എനിക്കൊരു വലിയ ഫോർച്യൂൺ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് വളരെ ശരിയാണ്. ബട്ട് അവർ ഏത് സ്റ്റെപ്സ്, ഏത് മാർഗം, ഏത് പാത്ത് ചൂസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് വെയർ മൈ പ്രോബ്ലം ഇസ്. നമ്മളിപ്പോൾ ഒരു MBBS എടുത്തു കഴിഞ്ഞാൽ 5 വർഷം മെഡിക്കൽ കോളേജിൽ പോകുന്നു, അതിനുശേഷം ഒരു ഹൗസ് സർജൻസി ചെയ്യുന്നു, അതിനുശേഷം മാത്രമേ അവർക്കൊരു MBBS ഡിഗ്രി പോലും നൽകുന്നുള്ളൂ. ഒരു യൂട്യൂബിൽ കുറച്ച് മണിക്കൂർ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ആരും ഷെയർ മാർക്കറ്റിൽ എക്സ്പേർട്ട് ആകാൻ പോകുന്നില്ല. എൻ്റെ കൂടെ ഷെയർ മാർക്കറ്റ് ട്രെയിനിങ് ചെയ്യുന്ന നിരവധി സ്റ്റുഡൻസ് എൻ്റെ ഒപ്പം 20 കൊല്ലമായിട്ട് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. കാര്യം ഷെയർ മാർക്കറ്റും നമ്മൾ ഏത് പ്രൊഫഷൻ എടുത്താലും, ഒരു ഡോക്ടർ ആകട്ടെ, ലോയർ ആകട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകട്ടെ, ആൻഡ് ഓഫ് കോഴ്സ് ഇൻ ദ ഷെയർ മാർക്കറ്റ് നമ്മുടെ പഠിത്തം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇറ്റ്സ് ആക്ച്വലി എ ജേർണി. ബിക്കോസ് പുതിയ കാര്യങ്ങൾ വരുന്നു, അതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ സ്ട്രാറ്റജീസ്, നമ്മുടെ എക്സ്പേർട്ടീസ് ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാൻ. സോ ഒരു യങ്സ്റ്റർ, യുവാവോ യുവതിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല മെൻറ്ററെ കണ്ടെത്തണം. ആ മെൻറ്ററിനോടൊപ്പം ഒത്തിരി വർഷം ട്രെയിനിങ് നൽകി എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് നോളജ് പകർന്ന് കിട്ടിയതിന് ശേഷം മാത്രമേ അവർ ഷെയർ മാർക്കറ്റിലോട്ട് ഇറങ്ങാവൂ. അതല്ലാതെ അവർ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഷെയർ മാർക്കറ്റിൽ ട്രേഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി ഗാംബ്ലിങ്. അത് ലോങ് ടേമിൽ അത് അവർക്ക് ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ. സാർ, ഇപ്പം ഞാനൊരു വീട്ടമ്മയാണ് ഇരിക്കട്ടെ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും ഡീപ്പായിട്ട് ഇതിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് എന്നാൽ ഷെയർ മാർക്കറ്റിൽ എനിക്ക് സജീവമാകണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കമ്പനി അല്ലെ ഏജൻസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് പ്രയോജനപ്പെടുമോ? ശ്രീപ്രിയ, ഇതിൽ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ശ്രീപ്രിയയ്ക്ക് ഒരു ഡോക്ടർ ഇന്നൊരു ഡോക്ടറാകാൻ പറ്റുമോ? ഞാൻ പഠിക്കാൻ തുടങ്ങിയാൽ പറ്റും. അതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീപ്രിയ, ഞാൻ ഇത്രയും വർഷം ഒരു വീട്ടമ്മയായിരുന്നു, എനിക്ക് ഇത്രയും വയസ്സായി, അതുകൊണ്ട് ഇനി എനിക്ക് ഡോക്ടറാകാൻ പറ്റുമോ, എനിക്ക് എൻജിനീയർ ആകാൻ പറ്റുമോ, ലോയർ ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇസ് ആർക്ക് വേണമെങ്കിൽ ഡോക്ടറാകാം, ആർക്ക് വേണമെങ്കിൽ എൻജിനീയർ ആകാം. ഇറ്റ് ഈസ് ഓൾ ഇൻ ദ മൈൻഡ്. സോ ഷെയർ മാർക്കറ്റിൽ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചുരുക്കമായിട്ടുള്ള ഒരു ആൻസർ ഇസ് ആർക്ക് വേണമെങ്കിൽ ഷെയർ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകാം. ഇറ്റ് ഈസ് ഓൺലി ഇൻ ദ മൈൻഡ്. ഇപ്പം ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഷെയർ മാർക്കറ്റിൽ ക്ലാസ് എടുക്കാറുണ്ട്. ആൻഡ് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു
ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സ്കൂൾ സ്റ്റുഡൻസ് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്, കോളേജ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യാറുണ്ട്, വീട്ടിൽ ഹൗസ് വൈഫ്സ് വീട്ടമ്മയായിട്ട് ഇരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, എയർലൈൻ പൈലറ്റ്സ്. ഇറ്റ്സ് സച്ച് എ ബിഗ് ഡൈവേഴ്സ് തിങ്. ആൻഡ് അവരെല്ലാവർക്കും ഒരു ഒറ്റ മോട്ടീവേ ഉള്ളൂ, ദേ ഓൾ വോണ്ട് ടു ലേൺ. അവർക്ക് എല്ലാവർക്കും ഷെയർ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആകണമെന്നൊരു മോട്ടിവേഷൻ ഉണ്ട്. ആൻഡ് ദേ ആർ ഓൾ ഏബിൾ ടു ഡു ഇറ്റ്. സർ, ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഈ ഷെയർ മാർക്കറ്റിലും ട്രേഡിങ്, ഇൻവെസ്റ്റ്മെൻ്റ് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് കുട്ടികളാണെന്ന് തോന്നുന്നു, യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അതുകൂടാതെ വീട്ടമ്മമാരും എല്ലാ ടൈപ്പ് ആൾക്കാരും ഇപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട്, സജീവമാകാൻ. അപ്പോൾ ഇതൊരു സൈഡ് ബിസിനസ് ആകുന്നതിനോടൊപ്പം തന്നെ ഇതൊരു ജോബായിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? ശ്രീപ്രിയ, ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. എനിക്കറിയാം ശ്രീപ്രിയയ്ക്ക് ഒരു മോളുണ്ടെന്ന്. മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന വരൻ ഷെയർ മാർക്കറ്റിൽ നിന്നും മാത്രം ഇൻകം ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീപ്രിയ ധൈര്യമായിട്ട് മോളെ കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ശ്രീപ്രിയ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി അവിടെ തന്നെ നമുക്ക് കാണാം. യെസ്. സോ ആദ്യം തന്നെ ശ്രീപ്രിയ ചോദിച്ച ചോദ്യം, ഇതൊരു സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടുപോകുക എന്ന, ഇതങ്ങനെ ഒരിക്കലും കരുതരുത്. ഷെയർ മാർക്കറ്റ് ഒരു സാധാരണക്കാരൻ ഇതൊരു ബിസിനസ്സായിട്ട് തന്നെ കാണാൻ പാടില്ല. ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡോക്ടേഴ്സ് ഉണ്ടാകും, എൻജിനീയേഴ്സ് ഉണ്ടാകും, ഒരു സ്കൂൾ ടീച്ചർ ഉണ്ടാകും, ഒരു വീട്ടമ്മയായിരിക്കും ചിലപ്പോൾ വീടിൻ്റെ ഫൈനാൻസസ് മാനേജ് ചെയ്യുന്നത്. ഭർത്താവ് ജോലി ചെയ്യുന്നു, ബട്ട് വൈഫ് ഇസ് മാനേജിങ് ദ ഫൈനാൻസസ് ഓഫ് ദ ഹോം. അപ്പം നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഹൗസ് ഹോൾഡ് ബഡ്ജറ്റ് ഉണ്ടാക്കണം. സോ ഇത്രയും വരുമാനമുണ്ട്, ഇത്രയും ചിലവുണ്ട്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സർപ്ലസ്. ആ സർപ്ലസ് പണം നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണോ എന്ന് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കേണ്ടത്. എത്ര പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, എത്ര പണം ഒരു ഹൗസിംഗ് ലോൺ അടയ്ക്കാൻ ഉപയോഗിക്കണം, എത്ര പണം നമ്മൾ ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ദിസ് ഈസ് ദ ബേസിക് പ്ലാൻ. അപ്പോൾ ആ ഒരു അത് എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, നമുക്കൊരു വീട് വെക്കണം, ഒരു കാർ വാങ്ങണം, എക്സെട്ര. സോ ഈ ഓരോ ഗോൾ എത്തണമെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നൗ ഇതൊരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് ചെയ്യണമെങ്കിൽ ദെൻ യു ഹാവ് ടു ബി ഫുള്ളി കമ്മിറ്റഡ് ടു ദാറ്റ്. ആൻഡ് എൻ്റെ അടുക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു 5000-10,000 പേരെ കണ്ടു കഴിഞ്ഞാൽ 1-2 വ്യക്തികൾക്ക് അതിനുള്ള കപ്പാസിറ്റി, ടെമ്പർമെൻറ്റ്, സ്കിൽ സെറ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനത്തെ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇതൊരു പ്രൊഫഷനാക്കി മാറ്റാം. ബട്ട് അതങ്ങനെ ഒരു പ്രൊഫഷൻ ആക്കണമെങ്കിൽ തന്നെ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് കമ്പനി, നല്ലൊരു ഷെയർ ബ്രോക്കിംഗ് കമ്പനി, നല്ലൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ചെന്ന് അവർ ജോലി ഒത്തിരി വർഷം ചെയ്തതിന് ശേഷം ഈ ഒരു പ്രൊഫഷൻ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഇതിൽ ഫണ്ട്സ് മാനേജ് ചെയ്യണമെന്നൊക്കെ നല്ല എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അതിന് മുൻപ് ഏതെങ്കിലും ഒരു യങ്സ്റ്റർ, യുവാവോ യുവതിയോ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി ഓഫ് ദം ആർ ബൗണ്ട് ടു ലൂസ്. നമ്മുടെ ഇത്രയും സമയത്തിനുള്ളിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളാണ് ഞാൻ സാറിനോട് ചോദിച്ചത്. അപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ നമുക്ക് വേണ്ടി ഈ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞതിന് സാറിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി വീണ്ടും നമുക്ക് അടുത്ത ഷോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.